തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാൻ UDF തങ്ങളുടെ പിന്തുണ UDF നിന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രവാദ നിലപാട് വീണ്ടും ചർച്ചയാവുന്ന ഘട്ടത്തിലാണ് നേതാക്കളുടെ പ്രതികരണം. മേഘ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ജമാഅത്തെ ഇസ്ലാമിയുടെ അടുത്ത നിലപാട് എങ്ങനെയാണെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇനി നമ്മുടെ മുൻപിലേക്ക് വരാൻ പോകുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി UDFന്റെ കൂടെ തന്നെ കൂടി മുന്നോട്ട് പോകുന്നു എന്നാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവരുടെ രാഷ്ട്രീയ നിലപാട് അങ്ങനെയാണോ അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? മൗദൂദിയുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയം ശക്തമായി പ്രചരിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനമെടുത്തത് വലിയ തരത്തിൽ ചർച്ചയായ സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. ആ സമയത്താണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ വെൽഫെയർ പാർട്ടി നിലപാട് വ്യക്തമാക്കുന്നത്. അതായത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പിന്തുണ UDFനാണ് എന്നത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനം. അപ്പോൾ ഏറ്റവും പ്രധാന വിഷയം ഇത് ചർച്ചയാകുന്നത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ് VD സതീശൻ ഒരു പരസ്യ പ്രസ്താവന നടത്തുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം എന്ന നിലപാട് ഉപേക്ഷിച്ചു എന്ന VD സതീശനാണ് നടത്തിയത്. അതിനു പിന്നാലെ പരസ്യബാന്ധവം തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതുമാണ്. എന്നാൽ അതല്ല, ബ്രദർഹുഡിൻ്റെയും അതിനൊപ്പം ഇസ്ലാം മതരാഷ്ട്രം എന്ന ആശയം ശക്തമായി പ്രചരിപ്പിക്കാൻ ഈ സോളിഡാരിറ്റി തീരുമാനമെടുക്കുന്നു. അത് താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്ന വലിയ തരത്തിൽ നാട്ടിൽ വർഗീയത ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന നിലപാടിലേക്ക് ഈ സോളിഡാരിറ്റി നീങ്ങുമ്പോഴാണ് ഈ കോൺഗ്രസ് പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി വരും തെരഞ്ഞെടുപ്പുകളിലും കൈകോർക്കും എന്ന കൃത്യമായ വാർത്തകൾ പുറത്തു വരുന്നത്. വലിയ തരത്തിൽ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നേരത്തെ കാലത്ത് തന്നെ മൗദൂദി ആശയം എന്നത് ഒരു ഇസ്ലാമിക മതരാഷ്ട്രവാദം ആണ് എന്ന തരത്തിലാണ് ഇസ്ലാമി പ്രവർത്തിക്കുന്നത് എന്നത് വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. ഒരു തരത്തിൽ വർഗീയ സംഘടനകൾ BJP എന്താണോ RSS എന്താണോ മുൻപോട്ട് വെക്കുന്നത് അതേ നിലപാട് തന്നെ മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമി മുൻപോട്ട് വെക്കുന്നു എന്നത് വലിയ തരത്തിൽ ചർച്ചയായതുമാണ്. അത്തരത്തിൽ വർഗീയ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയെ എങ്ങനെയാണ് UDFന് ഒപ്പം കൂട്ടാൻ സാധിക്കുക എന്നത് വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. ആ സമയത്തു കൂടിയാണ് VD സതീശൻ ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു മതരാഷ്ട്രവാദം എന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല എന്ന തരത്തിൽ VD സതീശൻ നിലപാട് വ്യക്തമാക്കുന്നു. അടൂർ പ്രകാശ് ഉൾപ്പെടെ ഇന്നലെ പ്രതികരിച്ചത് ഈ ചോദ്യത്തോട് കൃത്യമായ പ്രതികരണം അടൂർ പ്രകാശ് ഉൾപ്പെടെ നടത്തിയിരുന്നില്ല. ആ സമയത്താണ് വെൽഫെയർ പാർട്ടി തങ്ങളുടെ പിന്തുണ UDFനാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനാണ് എന്ന് പരസ്യമായി പ്രസ്താവിക്കുന്നത്. അതായത് പരസ്യമായി ഒരു മതരാഷ്ട്രവാദം, ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയം മുൻപോട്ട് വെച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു വർഗീയ കക്ഷിയെ ഒപ്പം കൂട്ടുന്നു UDF എന്നതാണ് വരും സമയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വരും സമയങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയാകും എന്നത് തീർച്ചയാണ്. പരസ്യമായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി നേതാക്കൾ പ്രഖ്യാപിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പമായിരിക്കും തങ്ങളുടെ പ്രവർത്തനം എന്നത്. എത്ര അധപ്പതിച്ചു UDFന്റെ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ എത്ര അധപ്പതിലേക്ക് UDF നീങ്ങുന്നത് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മനു, ശരി മേഘയാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം പ്രതിപക്ഷ നേതാവല്ലേ പരസ്യമായിട്ട് പച്ചയ്ക്ക് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമൊന്നുമില്ല, അവർ നല്ല കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ആ പ്രതിപക്ഷ നേതാവിൻ്റെയും സംഘത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ആ കൂട്ടുകെട്ട് തുടരുന്നതിൽ നമുക്ക് അത്ഭുതങ്ങളൊന്നും വരേണ്ടതില്ല. അതങ്ങനെ തുടർന്നു പോവുക തന്നെ ചെയ്യും. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇറക്കി വിടുമ്പോൾ UDF ചെയ്യുന്ന, കോൺഗ്രസ് ചെയ്യുന്ന വലിയൊരു അപരാധമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ മതവാദികളെ നമ്മുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അത് സംഘപരിവാറിന് മുസ്ലിം സമുദായത്തിനെ അടിക്കാനുള്ള മറ്റൊരു വടിയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പണിക്കാണ് കോൺഗ്രസ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തിരികൊളുത്തിയിരിക്കുന്നത് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. അത് ഇവിടെയും ആവർത്തിക്കുന്നു. കേരളത്തിന്റെ മതേതര സമൂഹം ഏറ്റവും ജാഗ്രതയോടെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ കൂട്ടുകെട്ടെന്നുകൂടി നമുക്കതിനെ രാഷ്ട്രീയമായി വിലയിരുത്തേണ്ടി വരും.